യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും അത്രയ്ക്കങ്ങ് മാറിയെന്ന് പറയാനൊക്കില്ലെങ്കിലും ചെറുതായൊന്ന് വിട്ടുനിന്ന മെയ് മാസത്തിൻ്റെ അവസാന നാളുകളിൽ ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഷാർജ SNDP യൂണിയൻ സംഘടിപ്പിച്ച ഫാം സ്റ്റേയിലേക്കുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. SNDP യൂണിയന് കീഴിലുള്ള S4 ശാഖയാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിശാലമായ കോമ്പൗണ്ടിന് നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ അതിമനോഹരമായ കാർപ്പറ്റ് വിരിച്ച് കുട്ടികൾക്ക് കളിക്കാനും മറ്റ് സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്കായി അണിയിച്ചൊരുക്കിയ പല മത്സരങ്ങളും എല്ലാവരും തന്നെ എല്ലാം മറന്ന് പങ്കെടുത്ത് വിജയിപ്പിച്ചു. കുട്ടികളാകട്ടെ ഈ ഒരു പഠനഭാരവും എല്ലാം മറന്ന് വളരെ മനോഹരമായി തന്നെ മത്സരങ്ങളിലെല്ലാം സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ചു. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു എന്നതിൽ സംഘാടകർ വിജയിച്ചു. യുദ്ധത്തിൻ്റെ ഭീഷണികളോ കഠിനമായ ചൂടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് സന്തോഷിക്കാൻ ചില നിമിഷങ്ങൾ ഒത്തുകിട്ടിയ ആ ഒരു സമയം ആരും നഷ്ടപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയാം. അതിമനോഹരമായ മത്സരങ്ങൾക്ക് ശേഷം വിജയികൾ സന്തോഷത്തോടെ തൊട്ടടുത്ത് തന്നെ ഫാമിനോട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്കുള്ള യാത്രയിലാണ്. സ്വിമ്മിംഗ് പൂളിൽ നന്നായി തന്നെ കുട്ടികളെല്ലാം ആസ്വദിച്ച് കളിച്ചു നടന്നു. ഒട്ടും മോശമാക്കിയില്ല. പഴയകാല ഓർമ്മകളിലേക്ക് ഊളിയിട്ടുകൊണ്ട് ഞാനും എൻ്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. സന്ധ്യയാവുന്നത് വരെ മണിക്കൂറുകളോളം കുട്ടികളും മുതിർന്നവരും പിന്നീട് സ്വിമ്മിംഗ് പൂളിൽ ആർത്തു തിമിർത്തു. അതിൻ്റെ ക്ഷീണം മാറ്റാനായി ഉണ്ടാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ, ചാർക്കോളും ബുഫേ സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ, അത് ആരും മോശമാക്കിയില്ല. എല്ലാവരും അവിടെയും പ്രകടനം അതിമനോഹരമായി തന്നെ നടത്തി. രാത്രിയായി ഗാനമേളകളും നൃത്യങ്ങളും എല്ലാവരും അവരവരുടേതായ കലാപ്രകടനങ്ങൾ എല്ലാവരും തന്നെ നന്നായി ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. കുട്ടികൾ അവരുടെ കലാരൂപങ്ങൾ പുറത്തെടുത്തു. ഇനിയും ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകും എന്ന പ്രത്യാശയോടെ നിർത്തി.